നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടിക്കൾച്ചറിന്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ സോയിൽ സയൻസിൽ നിന്ന് അല്ലെങ്കിൽ സോയിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് നിന്ന് ഏകദേശം 18 ക്വസ്റ്റ്യൻസോളമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 18 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും മിക്കവാറുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഏകദേശം ഒരു ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനും ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ കോഡ് എ ആണ്. അതില് നമുക്ക് സോയിൽ സയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 19th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ഇൻ കേരള ബ്ലാക്ക് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ. അപ്പൊ കേരളത്തിലെ ബ്ലാക്ക് സോയിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ചിറ്റൂർ താലൂക്ക് ഓഫ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ നമുക്ക് കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ ഇത് കേരളത്തിൽ കാണുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ചിറ്റൂർ താലൂക്കിലാണ്. പിന്നെ ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന സദേൺ പാർട്ട് ഓഫ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റില് നമുക്ക് കാണുന്നത് റെഡ് സോയിൽ ആണ്. കുട്ടനാട് നമുക്കുള്ളത് കരി സോയിൽസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി ആൻഡ് മാവേലിക്കര താലൂക്സ് ഓഫ് കൊല്ലം ആൻഡ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് കാണുന്നത് ഓണാട്ടുകര സോയിൽസ് ആണ്. അപ്പോ 19th ആൻസർ എ ആണ്. ഓപ്ഷൻ 20 എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ സോയിൽ അസിഡിറ്റി. അപ്പൊ സോയിൽ അസിഡിറ്റി എന്നൊക്കെ പറയുമ്പോൾ കേരള സോയിൽസിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ കേരളത്തിന്റെ പശ്ചാത്തലം ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ആവും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോയിൽ അസിഡിറ്റിക്ക് കാരണമാകാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ഹെവി റെയിൻഫോൾ വിത്ത് ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. അപ്പൊ അത് കേരളത്തിന്റെ ഒരു കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ ഹെവി റെയിൻഫോൾ ഉണ്ടാവുന്നത് എപ്പോഴും സോയിൽ അസിഡിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ ഓഫ് അമോണിയാക്കൽ ഫെർട്ടിലൈസർ. അതും അസിഡിറ്റിയെ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് എലമെന്റൽ സൾഫർ. സോ എലമെന്റൽ സൾഫർ അപ്ലൈ ചെയ്തത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സലനിറ്റി കൂടുതലുള്ള സോയിലിൽ സലനിറ്റിയെ കുറച്ചുകൊണ്ട് വരാൻ, അതായത് pH കുറച്ചുകൊണ്ട് വരാനാണ് നമ്മൾ എലമെന്റൽ സൾഫർ യൂസ് ചെയ്യുന്നത്. അതായത് അവിടെയും സ്വാഭാവികമായിട്ടും മണ്ണിന്റെ ആസിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിനകത്ത് എ, ബി ആൻഡ് ഡി എന്ന് പറയുന്നത് മൂന്നും സോയിൽ ആസിഡിറ്റിയെ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് എക്സസീവ് ഇറിഗേഷൻ കണ്ടെയ്നിങ് സോഡിയം സോൾട്സ് വിത്ത് പുവർ ഡ്രെയിനേജ്. അതായത് സോഡിയം സോൾട്ടിന്റെ അംശം കൂടുതലുള്ള ഇറിഗേഷൻ വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ കൂടുതലായിട്ടും സോഡിക് സോയിൽ അല്ലെങ്കിൽ കൂടുതലായിട്ടും ഉപ്പിന്റെ പ്രശ്നമാണ് സോയിലിൽ വരുന്നത്, അസിഡിറ്റിയുടെ പ്രശ്നമല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി മാത്രം അസിഡിറ്റിയുടെ റീസൺ അല്ല, ബാക്കി മൂന്നും സോയിൽ അസിഡിറ്റിക്ക് കാരണമാവുന്നതാണ്. ഇനി അടുത്ത 21st ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഇറോഷൻ പ്രോസസ് the soil particles move in a series of short bounces along the surface of the ground is called. അപ്പോ ഇത് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് ഇറോഷനിലാണ് വരുന്നത്. അതായത് സോയിൽ ഇറോഷൻ ഡ്യൂ ടു വിൻഡിലാണ് നമ്മൾ ഈ പറയുന്ന ഫിനോമിനൻ കാണുന്നത്. അപ്പം വിൻഡിനകത്ത് ആക്ച്വലി വിൻഡ് ഇറോഷനിൽ യഥാർത്ഥത്തിൽ 3 ഫിനോമിനൻ ഉണ്ട്. ഒന്ന് സസ്പെൻഷൻ, അതായത് ഇങ്ങനെ നമ്മുടെ വളരെ ചെറിയ സോയിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ പറന്നു പോയി വേറൊരു സ്ഥലത്ത് വീഴുന്നതിനാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് സോൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ സൈസ് കൂടിയ പാർട്ടിക്കിൾ ആയിരിക്കും. അപ്പൊ അവർ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് പതുക്കെ ജമ്പ് ചെയ്യും. അതായത് ഒന്ന് ജമ്പ് അടുത്ത് അങ്ങനെ 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 ജമ്പ് ചെയ്ത് പോകുന്നതിനാണ്, അത് ഷോർട്ട് ബൗൺസസ് ആയിട്ട് ഓരോരോ ജമ്പ് ബൈ ജമ്പ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ സോൾട്ടേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് സർഫസ് ക്രീപ്പാണ്. അപ്പൊ അത് കുറച്ചും കൂടെ വലിയ പാർട്ടിക്കിൾ ആണ്. അവർക്ക് പറന്നു പോകാനോ ജമ്പ് ചെയ്ത് പോകാനോ പറ്റില്ല. അതിന് പകരം അവർ ഉരുണ്ടുപോകും. അതായത് സർഫസിലൂടെ ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഉരുണ്ടുരുണ്ടുണ്ട് വേറെ സ്ഥലത്തേക്ക്. അപ്പൊ ഇത് വിൻഡ് ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിനകത്ത് 21st ആൻസർ ബി ആണ് വരുന്നത്. ഇറ്റ് ഇസ് സോൾട്ടേഷൻ. അപ്പോൾ എന്താ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഇറോഷൻ എന്ന് വെച്ചാൽ അത് വാട്ടർ ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു ഷീറ്റ് പോലെ അല്ലെങ്കിൽ നമ്മൾ പാലിന്റെ ഒക്കെ മുകളിലെ പാട പോലെ സോയിൽ കംപ്ലീറ്റ്ലി ഒലിച്ചു പോകുന്നതിനെയാണ് നമ്മൾ ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ 21ന്റെ ആൻസർ ബി ആണ്. ഇനി അടുത്ത 22nd ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെന്യൂർ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ എല്ലാം ഓർഗാനിക് മെന്യൂർ ആണ്, പക്ഷെ ഒന്ന് കോൺസെൻട്രേറ്റഡ് അല്ല, അത് ബൾക്കാണ്. അത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 22nd ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഫാം യാർഡ് മെന്യൂർ എന്ന് പറയുന്നത് അതൊരു ബൾക്ക് ഓർഗാനിക് മെന്യൂർ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്, ബൾക്കി ഓർഗാനിക് മെന്യൂർ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ബാക്കി ബ്ലഡ് മീൽ, ഫിഷ് മീൽ, ഓയിൽ കേക്സ് ഇതൊക്കെ തന്നെ കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെന്യൂർ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി 23rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ എക്സാമ്പിൾ ഫോർ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതൊക്കെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഇതില് നമ്മുടെ ക്ലാസിക് എക്സാമ്പിൾ ആണ് റൈസോബിയം ലെഗ്യൂം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോ സിംബയോസിന് നമ്മൾ പറയുന്ന ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അതെന്ന് പറയുന്നത്. അപ്പോ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ റൈസോബിയം ആണ്. സോ 23rd ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി.
Then 24th question, plant suitable for green manuring in situ. അപ്പോൾ ഇൻ സിതു എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് സച്ച് ഫീൽഡിൽ തന്നെ നമ്മൾ വേറെ എവിടുന്നും വെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യല്ല, ഫീൽഡിൽ തന്നെ വളർന്ന് അവിടെ തന്നെ നമ്മൾ സോയിലുമായിട്ട് ഉഴുതുമറിച്ച് ചേർക്കുന്നത് ഏത് ടൈപ്പ് ഗ്രീൻ മന്യൂർ ആണെന്നാണ് ചോദ്യം. സോ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ സൺഹെംപ് ആണ്. Then we have the 25th question, soil sampling depth for rice. അപ്പോൾ സോയിൽ സാമ്പിളിംഗ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്രോപ്പിന്റെ റൂട്ട് ഡെപ്ത് അനുസരിച്ച് ആക്ച്വലി സോയിൽ സാമ്പിളിങ്ങിന്റെ ഡെപ്ത് മാറും. നമ്മൾ യൂഷ്വലി നമ്മൾ കൃഷി ചെയ്യുന്ന അഗ്രികൾച്ചർ സോയിൽസിന്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ ക്രോപ്സിന്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റൂട്ടിന്റെ ഡെപ്ത് ഏകദേശം ഒരു ഫസ്റ്റ് 15 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ടോപ്പ് സോയിലിന്റെ അത്രയും ആഴത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. സോ അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ ഫസ്റ്റ് 15 സെന്റിമീറ്റർ ആയിരിക്കും എടുക്കുന്നത്. ഇപ്പൊ റൈസിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റൈസിന്റെ കേസിൽ വരുമ്പോൾ റൈസിന് നമ്മൾ റൈസ് ഉള്ള അല്ലെങ്കിൽ പാഡി സോയിൽസിന്റെ സോയിൽ സാമ്പിളിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അനാലിസിസിന് വേണ്ടി സോയിൽ എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് 15 സെന്റിമീറ്റർ നിന്നാണ് സോയിൽ എടുക്കുന്നത്. ഇതിനകത്ത് ഓപ്ഷൻ ഡി ഒക്കെ കൊടുത്തിട്ടില്ല. അതായത് ഇനിയും ഡീപ്പർ ആയിട്ട് സോയിൽ എടുക്കുന്നത് നമ്മൾ ഏത് കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർച്ചാർഡ്സിൽ അല്ലെങ്കിൽ അതേപോലെ വലിയ ട്രീസ് നിൽക്കുന്ന ഫോറസ്റ്റ് സാമ്പിൾസ് അങ്ങനെയുള്ള സ്ഥലത്ത് സോയിൽ എടുക്കുമ്പോഴാണ്, വലിയ ട്രീസ് നിൽക്കുന്ന സ്ഥലത്ത് സോയിൽ എടുക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ടുള്ള സോയിൽ ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുന്നത്. Then the 26th question, agronomic measure of soil and water conservation is. അപ്പം സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷനകത്ത് നമുക്ക് അഗ്രോണമിക് മെഷേഴ്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് മെഷേഴ്സും ഉണ്ട്. ഇതിനകത്ത് ഓപ്ഷൻ എ, ബി ആൻഡ് സി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെഷേഴ്സിൽ വരുന്നതാണ്. ഓപ്ഷൻ ഡി കോണ്ടൂർ ഫാമിംഗ് ആണ് അഗ്രോണമിക് മെഷറിനകത്ത് വരുന്നത്. Then we have the 27th question. 27th question ഒക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ. അതായത് ക്ലോറോഫിനിലെ റിംഗ് സ്ട്രക്ചറിന്റെ സെൻട്രലിലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കോർ ആയിട്ടുള്ള കോൺസ്റ്റുവന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോ the answer is option C, magnesium. Then we have the 28th question. അപ്പൊ 28th question എന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്ട്രേറ്റ് ഫെർട്ടിലൈസർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സ്ട്രേറ്റ് ഫെർട്ടിലൈസറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൈമറി ന്യൂട്രിയന്റ് തരുന്ന ഫെർട്ടിലൈസറിനെയാണ് നമ്മൾ സ്ട്രേറ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരേ ഒരു പ്രൈമറി ന്യൂട്രിയന്റിനെ മാത്രമേ തരാൻ പാടുള്ളൂ. അതായത് എയ്തർ നൈട്രജനെ മാത്രം തരണം, അല്ലെങ്കിൽ ഫോസ്ഫറസിനെ മാത്രം തരണം, അല്ലെങ്കിൽ പൊട്ടാസ്യത്തിനെ മാത്രം തരണം. ഈ 3 പ്രൈമറി ന്യൂട്രിയൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം സപ്ലൈ ചെയ്യുന്ന ഫെർട്ടിലൈസറിനെയാണ് നമ്മൾ സ്ട്രേറ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, അതിനകത്ത് അമോണിയ, അതിനകത്ത് നൈട്രജനും വരുന്നുണ്ട്, ഫോസ്ഫറസും വരുന്നുണ്ട്. ഇനി അടുത്ത ബി, നൈട്രോ ഫോസ്ഫേറ്റ്, അവിടെ നൈട്രജനും ഫോസ്ഫറസിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി സി, അമോണിയം ഫോസ്ഫേറ്റ്, അവിടെ നൈട്രജനെയും ഫോസ്ഫറസിനെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 2 പ്രൈമറി ന്യൂട്രിയന്റിനെ വീതം സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ അത് സ്ട്രേറ്റ് ഫെർട്ടിലൈസർ അല്ല. ഇനി ഓപ്ഷൻ ഡി എടുക്കുവാണെങ്കിൽ അതും അമോണിയം സൾഫേറ്റ് ആണ്. 2 ന്യൂട്രിയന്റിനെ സപ്ലൈ ചെയ്യുന്നതിനെ ചോദിച്ചാൽ 2 ന്യൂട്രിയന്റിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ, സൾഫർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ന്യൂട്രിയന്റ് ആണ്, പ്രൈമറി ന്യൂട്രിയന്റ് അല്ല. അപ്പോൾ ഒരേ ഒരു പ്രൈമറി ന്യൂട്രിയന്റിനെ മാത്രമേ അമോണിയം സൾഫേറ്റ് സപ്ലൈ ചെയ്യുന്നുള്ളൂ, അതായത് നൈട്രജനെ മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ 28ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. Then the 29th question, which of the following is a natural phosphatic fertilizer? അപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ ഏതാണെന്നാ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, ഇതൊക്കെ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ ആണ്. യൂറിയ ഈ ഓപ്ഷനിലേ വരില്ല, കാരണം യൂറിയ ഒരു നൈട്രജനസ് ഫെർട്ടിലൈസർ ആണ്. ബാക്കി ബിയും സിയും, അതായത് നമ്മുടെ SSPയും TSPയും ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ ആണ്, പക്ഷെ രണ്ടും നാച്ചുറൽ അല്ല. നാച്ചുറൽ ആയിട്ടുള്ള ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ റോക്ക് ഫോസ്ഫേറ്റ് ആണ്. Then the next question is question number 30. അതായത് കോയമ്പത്തൂർ മെത്തേഡ് ഓഫ് കമ്പോസ്റ്റിംഗ് ഈസ്. സോ കോയമ്പത്തൂർ മെത്തേഡ് ഓഫ് കമ്പോസ്റ്റിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ടുള്ള കമ്പോസ്റ്റിംഗ് ആണ് ആദ്യം നടക്കുന്നത്. അതായത് പിന്നെയാണ് ഇനിഷ്യലി ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ഓപ്പൺ അപ്പ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്ന അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരുന്നത്. സോ ഈ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ ടൈമിൽ അനറോബിക് കമ്പോസ്റ്റിങ്ങും പിന്നെ അതിനുശേഷം എയറോബിക് കമ്പോസ്റ്റിംഗ് നടക്കുന്ന ഒരു ടൈപ്പാണ് കോയമ്പത്തൂർ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ദിസ് ഇനിഷ്യൽ അനറോബിക് ഡികമ്പോസിഷൻ ഫോളോഡ് ബൈ എയറോബിക് ഡികമ്പോസിഷൻ. ഇങ്ങനെയാണ് കോയമ്പത്തൂർ കമ്പോസ്റ്റിംഗിൽ നടക്കുന്നത്. ഇനി ബാംഗ്ലൂർ കമ്പോസ്റ്റിംഗ്, ബാംഗ്ലൂർ മെത്തേഡിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. അതായത് ആദ്യം എയറോബിക് നടക്കും, പിന്നെ അനറോബിക് നടക്കും. അതായത് ഈ കോയമ്പത്തൂരും ബാംഗ്ലൂർ മെത്തേഡ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രോസസ്സസ് ആണ് ഇതിൽ നടക്കുന്നത്. സോ ദെൻ വി ഹാവ് ദ 31st question, സോയിൽ സാമ്പിളിംഗ് ടൂൾ ഈസ്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് സോയിൽ സാമ്പിളിംഗ്
ടൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് സോയിൽ ഓഗർ, നമുക്ക് പരിചയമുള്ള ഒരു സാധനമായിരിക്കും. അതുപോലെ തന്നെയാണ് സോയിൽ ട്യൂബ് എന്ന് പറയുന്നത്. പിന്നെ സ്പേഡ്, നമ്മുടെ മൺവട്ടി അല്ലെങ്കിൽ തൂമ്പ എന്നൊക്കെ പറയുന്ന സ്പേഡ്. ഇത് മൂന്നും ആക്ച്വലി സോയിൽ സാമ്പിളിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് തന്നെയാണ്. So the answer is option D, all the above. Then we have the 32nd question. 32nd question is about coir pit composting. So which statement is correct with regard to coir pit composting എന്നാണ് question. അപ്പോൾ coir pit composting ചെയ്യുന്ന സമയത്ത് ഓർക്കുക, coir pitന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലിഗ്നിൻ അങ്ങനെയുള്ള സെല്ലുലോസ് വളരെ ഡീകമ്പോസ് ചെയ്യാൻ വളരെ ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള മെറ്റീരിയൽസ് ചേർന്നിട്ടാണ് ഈ coir pit ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനെ ഡീകമ്പോസ് ചെയ്യാനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ കമ്പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, അതിന്റെ കമ്പോസ്റ്റിങ്ങിന് ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനേക്ക് നമ്മുടെ പ്ലൂറോട്ടസ് അല്ലെങ്കിൽ നമ്മുടെ കൂൺ വിത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോ കയർപ്പിത്തിന്റെ പ്രത്യേകത ഇവരുടെ CN റേഷ്യോ വൈഡർ ആയിരിക്കും. അതായത് ഒരുപാട് കാർബണും കുറച്ച് മാത്രം നൈട്രജനും ഉള്ള ഒരു വസ്തുവാണ് നമ്മുടെ കയർപ്പിത്ത് എന്ന് പറയുന്നത്. അപ്പോ അവരെ ഡീകമ്പോസ് ചെയ്തെടുക്കാൻ തക്കവണ്ണമുള്ള എൻസൈംസ് ഉള്ള ആൾക്കാരായി ആണ് ഈ പറയുന്ന പ്ലൂറോട്ടസ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മഷ്റൂം ബിലോങ്ങിങ് ടു ജീനസ് പ്ലൂറോട്ടസ് ഡീഗ്രേഡ് സെല്ലുലോസ് ആൻഡ് ലിഗ്നിൻ പ്രസന്റ് ഇൻ ദ കയർപിത്ത്. അപ്പോ സെല്ലുലോസിനെയും ലിഗ്നിനെയും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻസൈംസ് ഉള്ള ഒരു മഷ്റൂം ജീനസ് ആണ് ആക്ച്വലി പ്ലൂറോട്ടസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സെല്ലുലോസിനെയും ലിഗ്നിനെയും ഡൈജസ്റ്റ് ചെയ്ത് വരുമ്പോൾ അവരുടെ CN റേഷ്യോ, അതായത് വളരെ വൈഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂടിയ CN റേഷ്യോ ആണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 200:1 ആയിരിക്കാം ചിലപ്പോ ഫോർ എക്സാമ്പിൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതായത് 200 കാർബണിന് ഒരു നൈട്രജനുള്ള പ്രപ്പോർഷനിലാണുള്ളത്. അപ്പൊ കമ്പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബണിന്റെ അളവ് കുറയും. അതിനനുസരിച്ച് നമ്മുടെ CN റേഷ്യോ നാരോവർ ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ കമ്പോസ്റ്റിങ്ങിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈഡർ CN റേഷ്യോ മാറിയിട്ട് നാരോ ആയിട്ടുള്ള CN റേഷ്യോ, കുറച്ചും കൂടെ ഈ നമ്മുടെ 10:12:1 എന്നുള്ള ഒരു പ്രപ്പോർഷൻ ഇല്ലേ സോയിലിന്റെ CN റേഷ്യോ, അതുമായിട്ട് കുറെ കൂടെ അടുത്ത് വരുന്ന ഒരു CN റേഷ്യോ ആവും. സോ അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും ആക്ച്വലി കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ C, both 1 and 2 എന്നുള്ളതാണ്. Then the 33rd question is related to soil texture. Which statement is incorrect with regard to soil texture എന്നുള്ളതാണ് question. False statement ഏതെന്നുള്ളതാണ് question ചോദിച്ചത്. And the first statement എന്ന് പറയുന്നത് degree of fineness and coarseness of the soil. അതായത് soil texture എന്ന് പറയുന്നത് ആ മണ്ണിന്റെ എന്താ പറയാ അത് എത്രമാത്രം ഫൈൻ ആണ് അല്ലെങ്കിൽ എത്രമാത്രം തരി കൂടുതലുണ്ട് അങ്ങനത്തെ ഉള്ള കാര്യത്തിന് അല്ലെങ്കിൽ തരികളുടെ വലിപ്പത്തിനുള്ള വ്യത്യാസം ഇതിനെയൊക്കെ കാണിക്കാനാണ് നമ്മൾ സോയിൽ ടെക്സ്ചർ പറയുന്നത് എന്നുള്ളത്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ C എന്ന് പറയുന്നത് എക്സ്പ്രസ് ദ പെർസെന്റേജ് ഓഫ് സാൻഡ്, സിൽട്ട് ആൻഡ് ക്ലേ. അപ്പോൾ അതും കറക്റ്റ് ആണ്. അപ്പം സോയിലിലുള്ള സാൻഡിന്റെയും അതായത് മണലിന്റെയും സിൽട്ട് ക്ലേദത്തിന്റെയും കളിമണ്ണിന്റെയും അല്ലെങ്കിൽ കളിമണ്ണിന്റെയും പ്രപ്പോർഷൻ ആണ് നമ്മൾ ആക്ച്വലി ഇതിനകത്ത് പറയുന്നത്. ഇപ്പൊ നമ്മൾ സോയിൽ ടെക്സ്ചർ കണ്ടുപിടിക്കുന്ന തന്നെ സാൻഡിന്റെയും സിൽട്ടിന്റെയും ക്ലേന്റെയും പ്രപ്പോർഷൻ നമ്മൾ നമ്മുടെ പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സോയിൽ ടെക്സ്ചർ കണ്ടുപിടിക്കുന്നത്. സോ ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. Then option D is influence water and nutrient supply potential of for plants. അതായത് സോയിൽ ടെക്സ്ചർ വെച്ച് നമുക്കൊരു സാധനത്തിന്റെ സോയിൽ ടെക്സ്ചർ അറിയാമെങ്കിൽ ഇത് വെള്ളം പിടിച്ചു നിർത്താൻ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള സോയിലാണോ അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാൻഡ് കൂടുതലുള്ള സോയിലാണ്. ഇപ്പൊ സാൻഡി ആയിട്ടുള്ള ഒരു സോയിലാണെങ്കിൽ അവിടെ ഡ്രെയിനേജ് കൂടുതലുണ്ടായിരിക്കും, പക്ഷെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും, ന്യൂട്രിയൻ റിട്ടൻഷൻ കപ്പാസിറ്റിയും കുറവായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാട്ടറിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ, ന്യൂട്രിയൻസിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ, ഡ്രെയിനേജ് പ്രോപ്പർ ആണോ, എയറേഷൻ കിട്ടുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്ച്വലി സോയിൽ ടെക്സ്ചർ വെച്ച് അല്ലെങ്കിൽ സോയിൽ ടെക്സ്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ B എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ആണ്. അറേഞ്ച്മെന്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്നത് സോയിൽ ടെക്സ്ചർ എന്നല്ല സോയിൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. സോ സോയിൽ ടെക്സ്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് B ആണ്, അറേഞ്ച്മെന്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ്. സോ അതാണ് 33rd ക്വസ്റ്റ്യൻ ആൻസർ, ഓപ്ഷൻ B. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 53 ആണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇസ് എ മെഷർ ഓഫ്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമ്മൾ യൂഷ്വലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സോയിലിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്താണ് നമ്മളിത് പറയുന്നത്. സോ നമ്മള് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് ആക്ച്വലി എ മെഷർ ഓഫ് സോയിൽ സലൈനിറ്റി ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ അതിനകത്ത് എത്രമാത്രം സോൾട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അയോൺസ് ഉണ്ട് എന്നാണ് നമ്മൾ ആക്ച്വലി ഇതിനകത്ത് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി വെച്ച് കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് നമ്മൾ അസിഡിറ്റിയോ ആൽക്കലിനിറ്റിയോ അല്ല കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ സോഡിസിറ്റിയോ അല്ല കണ്ടുപിടിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ മണ്ണിന്റെയോ വാട്ടറിന്റെയോ അതിനകത്ത് എത്രമാത്രം അയോൺസ് ഡിസോൾവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ സോൾട്ട് ഡിസോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അതായത് സലനിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ 53rd ക്വസ്റ്റ്യന്റെ ആൻസർ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സോയിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 75th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ബയോ ഫെർട്ടിലൈസർ വിച്ച് ഇംപ്രൂവ് ദ അപ്ടേക്ക് ഓഫ് അവൈലബിൾ ഫോസ്ഫറസ് ബൈ ഇനോക്കുലേറ്റഡ് പ്ലാന്റ്സ്. അപ്പം നമ്മള് പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് ഫോസ്ഫറസിന്റെ അവൈലബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഫോസ്ഫറസിന്റെ അവൈലബിലിറ്റി നമ്മുടെ സോയിലിൽ നമുക്കറിയാം, സോയിലിൽ ഫോസ്ഫറസ് ഫിക്സ് ആയി പോകുന്നതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് അവൈലബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആക്ച്വലി നമ്മുടെ സോയിലിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫോസ്ഫറസ് അവൈലബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് ടൈപ്പ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. ഒന്ന് ഫോസ്ഫറസ് മൊബിലൈസേഴ്സും ഉണ്ട്, രണ്ടാമത്തത് ഫോസ്ഫറസ് സോലുബിലൈസേഴ്സും ഉണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് റൈസോബിയം, അസോസ്പെറിലം, BGA ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതലായിട്ടും നൈട്രജൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഇതിനകത്ത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് വാം ഓർ AMF എന്നുള്ളതാണ്. അതായത് വെസിക്കുലർ ആർബസിക്കുലർ മൈക്രോൈസ അല്ലെങ്കിൽ ആർബസിക്കുലർ മൈക്രോൈസൽ ഫംഗൈ. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആർബസിക്കുലർ മൈക്രോൈസൽ ഫംഗൈ അല്ലെങ്കിൽ AM ഫംഗൈ എന്നുള്ള ടേം ആണ്. അപ്പോ ഓപ്ഷൻ എ ആണ് ആക്ച്വലി ഫോസ്ഫറസ് അവൈലബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. സോ അത് ആക്ച്വലി ഫോസ്ഫറസ് മൊബിലൈസിംഗ് ആയിട്ടുള്ള ഫംഗയാണ്. വാം അല്ലെങ്കിൽ AMF എന്ന് പറയുന്നത് ഫോസ്ഫറസ് മൊബിലൈസിംഗ് ആയിട്ടുള്ള ഫംഗയാണ്. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 81 ആണ്. സോ 81-നകത്തുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എസെൻഷ്യൽ എലമെന്റ് വിച്ച് പ്ലേസ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫ്ലവറിംഗ്, ഫ്രൂട്ടിംഗ്, ഫോട്ടോസിന്തസിസ്, സെൽ ഡിവിഷൻ, പോളൻ ജനറേഷൻ ഇൻ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്. അപ്പം ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് അല്ല, ഏതൊരു ക്രോപ്പ് എടുത്താലും ഏതൊരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാലും ആ പ്ലാന്റിന്റെ ഫ്ലവറിംഗ്, ഫ്രൂട്ടിംഗ്, ഫോട്ടോസിന്തസിസ്, പിന്നെ അതായത് പോളൻ ജെർമിനേഷൻ, സെൽ ഡിവിഷൻ, സോ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റോള് പ്ലേ ചെയ്യുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ബോറോൺ. സോ 81-ന്റെ ആൻസർ ബോറോൺ ആണ്. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് സോയിൽ സയൻസിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോ എല്ലാവരും ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആക്കി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. കഴിഞ്ഞ PSC എക്സാം ജൂനിയർ ഹോർട്ടിക്കൾച്ചർ ഇൻസ്ട്രക്ടറിൽ സീഡ് സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ ബ്രീഡിങ്ങിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സീഡ് സയൻസ് ആൻഡ് ടെക്നോളജി 2 ക്വസ്റ്റ്യൻസും ബ്രീഡിംഗ് ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. സീഡിൽ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the tag color used to identify the registered class of seed is, the answer is purple ആണ്. നമ്മൾ ഓൾറെഡി ടാഗ് കളേഴ്സ് പഠിച്ചിട്ടുണ്ടാവും ഓരോ ക്ലാസ്സസ് ഓഫ് സീഡ്സിന്. ബ്ലൂ കളർ ഈസ് ഫോർ സർട്ടിഫൈഡ് സീഡ്സ്, ഗോൾഡൻ യെല്ലോ കളർ ഈസ് ഫോർ ഗോൾഡൻ ബ്രീഡർ സീഡ് ആൻഡ് വൈറ്റ് കളർ ഈസ് ഫോർ ഫൗണ്ടേഷൻ സീഡ്സ്. The next question is the minimum germination percentage for rice for seed certification is, the answer is 80%. പിന്നെ ബ്രീഡിങ്ങിൽ ചോദിച്ചിരിക്കുന്നത് സെലക്ട് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇമാസ്കുലേഷൻ is the removal of stamens from the male parent. Emasculation is the removal of stamens from the female parent. Emasculation is necessary in bisexual flowers. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇമാസ്കുലേഷൻ ഈസ് ദ റിമൂവൽ ഓഫ് മെയിൽ പാർട്ട് ഫ്രം ദ പ്ലാന്റ്സ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് ഫ്ലവേഴ്സിൽ നിന്ന് മെയിൽ പാർട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ദാറ്റ് വിൽ കൺസിഡർ ആസ് എ ഫീമെയിൽ പാരൻറ്റ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് ആണ്. മെയിൽ പാരൻറ്റ് എന്നല്ല, ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. വി ആർ ഇമാസ്കുലേറ്റിംഗ് ദ മെയിൽ പാർട്ട് ഫ്രം ദ ഫീമെയിൽ പാരൻറ്റ് ആൻഡ് ഇമാസ്കുലേഷൻ ഈസ് നെസസറി ഇൻ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബിക്കോസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പം ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട് ആ ഫ്ലവറിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവേഴ്സിൽ മാത്രമേ നമ്മൾ ഇമാസ്കുലേഷൻ ചെയ്യാറുള്ളൂ. സോ ദ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സോ ദ ആൻസർ ഈസ് ബി ആണ്. ഈ 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ബ്രീഡിംഗ് അതുപോലെ സീഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചോദിച്ചിരിക്കുന്നത്.
പിന്നെ പ്ലാന്റ് ഹോർമോൺസ് ദാറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് മെയിൽ സ്റ്റെറിലിറ്റി ഇൻ പ്ലാന്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ ആൻസർ ഈസ് കൈനറ്റിൻ ആണ്. ബാക്കിയെല്ലാം മെയിൽ സ്റ്റെറിലിറ്റി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളാണ്. ഹായ്, ഞാൻ അഗ്രികുരിൻ്റെ എൻഡമോളജി ഫാക്കൽറ്റി ശ്രുതിയാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജൂനിയർ ഹോർട്ടിക്കൾച്ചർ ഇൻസ്ട്രക്ടറിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്കഷനാണ് കേട്ടോ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമുള്ളൊരു എൻഡമോളജി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. Which of the following branches of agriculture can be best categorized under crop protection group? So options are agronomy, agricultural entomology, plant pathology. രണ്ടാമത് നെമറ്റോളജി, പ്ലാന്റ് പെത്തോളജി, അഗ്രികൾച്ചറൽ എൻറ്റമോളജി. മൂന്നാമത് അഗ്രോണമി, അഗ്രികൾച്ചറൽ മീറ്ററോളജി ആൻഡ് അഗ്രികൾച്ചറൽ എൻറ്റമോളജി. നാലാമത് പ്ലാന്റ് പെത്തോളജി, അഗ്രികൾച്ചറൽ മീറ്ററോളജി ആൻഡ് അഗ്രികൾച്ചറൽ എൻറ്റമോളജി. സോ ക്രോപ്പ് പ്രൊട്ടക്ഷൻ എന്ന് വരുമ്പോൾ നമുക്ക് മൂന്ന് ഡിവിഷൻസ് ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് നെമറ്റോളജി, പ്ലാന്റ് പെത്തോളജി ആൻഡ് അഗ്രികൾച്ചറൽ എൻറ്റമോളജി. സോ ദ ഓപ്ഷൻ ഈസ് ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പണൻസ് ഓഫ് ദ നോസിൽ ബ്രേക്സ് ദ ഫ്ലൂയിഡ് ഇൻ ടു ഫൈൻ ഡ്രോപ്ലെറ്റ്സ്? അപ്പോൾ ഇത് സ്പ്രെയറിൻ്റെ ഒരു പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് ആർ സ്വെൾ പ്ലേറ്റ്, നോസിൽ ഡിസ്ക്, സ്ട്രെയിനർ ആൻഡ് നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നോസിൽ ഡിസ്ക് ആണ്. അതായത് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഫ്ലൂയിഡിനെ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഏത് പാർട്ടാണെന്നാണ്. സോ ഉത്തരം അതിൽ നോസിൽ ഡിസ്ക് ആണ്. സോ സ്വെൾ പ്ലേറ്റ് വരുന്നത് ആ ലിക്വിഡിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നോസിലിൻ്റെ പാർട്ടാണ് സ്വെൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെയിനർ എന്ന് പറയുന്നത് ഇതേ നോസിലിൻ്റെ ഒരു പാർട്ടാണ്. ബട്ട് സ്ട്രെയിനർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഫിൽറ്റർ പോലെയാണ് കേട്ടോ. സോ കോഴ്സ് പാർട്ടിക്കിൾസ് ഈ നോസിൽ കയറി അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ പോലുള്ളൊരു സാധനമാണ് സ്ട്രെയിനർ. സോ ഇതിൻ്റെ ഉത്തരം ഇസ് നോസിൽ ഡിസ്ക്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സേഫ്റ്റി പ്രിക്കോഷൻ വൈൽ യൂസിങ് സ്പ്രെയർ? സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഈസിയാണ്. സോ ഓപ്ഷൻസ് ആർ വിയർ അപ്രോപ്രിയേറ്റ് ക്ലോത്തിങ്, ഇതൊരു സേഫ്റ്റി മെഷറാണ്. അവോയ്ഡ് സ്പ്രേയിങ് ഡ്യൂറിങ് വിൻഡ്, അത് വിൻഡ് ഉള്ള സമയത്ത് നമ്മൾ സ്പ്രേയിങ് ചെയ്യാൻ പാടില്ല, അതും ഒരു സേഫ്റ്റി മെഷറാണ്. സ്മോക്ക് വൈൽ മിക്സിങ് ഓർ അപ്ലൈയിങ് പെസ്റ്റിസൈഡ്. സോ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സ്മോക്ക് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് നമ്മുടെ ഇൻഹലേഷനെയും ബാധിക്കും. പിന്നെ അതും അല്ലാതെ നമ്മുടെ ഈ ഹാൻഡ് ടു മൗത്ത് കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും കെമിക്കൽസ് നമ്മുടെ മൗത്തിൽ കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മിക്സ് ചെയ്യുമ്പോഴും സ്മോക്ക് ചെയ്യാൻ പാടില്ല. ബിക്കോസ് സം പാർട്ടിക്കിൾസ് ഓഫ് ദ പെസ്റ്റിസൈഡ്സ് ക്യാൻ ബി ഫ്ലെയിമബിൾ. ചിലപ്പോൾ ഒരു കത്തിപ്പിടിക്കാനുള്ള ടെൻഡൻസി ഉള്ള കുറച്ച് പാർട്ടിക്കിൾസ് പെസ്റ്റിസൈഡ്സിൽ ഉണ്ടാവും. സോ അതുകൊണ്ട് മിക്സിങ്ങിൻ്റെയും പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുമ്പോഴും സ്മോക്ക് ചെയ്യാൻ പാടില്ല. സോ അതിൻ്റെ ഉത്തരം, ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം സി ആണ്, സ്മോക്ക് വൈൽ മിക്സിങ് ഓർ അപ്ലൈയിങ് പെസ്റ്റിസൈഡ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ, നാപ്സാക്ക് സ്പ്രെയർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻസ് ആർ ഹൈ വോളിയം സ്പ്രെയർ, ലോ വോളിയം സ്പ്രെയർ, അൾട്രാ ലോ വോളിയം സ്പ്രെയർ ആൻഡ് നൺ. സോ ദി ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഇസ് ഹൈ വോളിയം സ്പ്രെയർ. സോ നാപ്സാക്ക് സ്പ്രെയർ ഇസ് എ ഹൈ വോളിയം സ്പ്രെയർ. പിന്നെ ഫോർ ദ കൺട്രോൾ ഓഫ് ബറോയിങ് നെമറ്റോഡ് ഇൻ ബ്ലാക്ക് പെപ്പർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർ ഈസ് കറക്റ്റ്? ഓപ്ഷൻ എ, യൂസ് ഓഫ് നെമറ്റോഡ് ഫ്രീ റൂട്ടഡ് കട്ടിങ്സ് ഫോർ റൈസിങ് ന്യൂ പ്ലാന്റേഷൻ. ഓപ്ഷൻ ബി, applying talc-based formulation of Bacillus macerans at 10 gram per vine in basins at the time of planting of vine. Apply talc-based formulation of Bacillus macerans at 100 gram per vine in basin at the time of planting of vine. So ഇതിൻ്റെ കറക്റ്റ് ഉത്തരം വരുന്നത് രണ്ട് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ 1 and 2, അതായത് നെമറ്റോഡ് ഫ്രീ റൂട്ട് സ്റ്റോക്ക്. അത് ഓബ്വിയസ്ലി അതൊരു കൾച്ചറൽ മെത്തേഡ് പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. നെമറ്റോഡ് ഫ്രീ റൂട്ട് സ്റ്റോക്ക് യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, അപ്ലൈ ടാഗ് ബേസ്ഡ് ഫോർമുലേഷൻ 10 gram per വൈൻ മതി. അത് 100 ഗ്രാമിൻ്റെ ആവശ്യമില്ല. നമ്മുടെ റെക്കമെൻഡേഷൻ വരുന്നത് 10 gram per വൈനേ ഉള്ളൂ. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, അതായത് ഓൺലി 1 and 2. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, in brinjal when infestation of sucking pests like mite, jaicids and whiteflies are severe, which of the following control measures are to be taken? So sucking pest ഉണ്ടാവുന്ന സമയത്ത് ഏത് മെഷറാണ് എടുക്കേണ്ടതെന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സ്പ്രേ thiamethoxam 25 wettable granule at 50 gram active ingredient per hectare. Second statement is cultivate resistant varieties like Surya, Shweta and Harida. Third statement is nursery treatment with Bacillus macerans. സോ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് ഒരൊറ്റ ഓപ്ഷനേ ശരിയായിട്ടുള്ളൂ,
അതായത് ഫസ്റ്റ് സ്പ്രേയിങ് തൈമെത്തക്സം. സോ തൈമെത്തക്സം നമ്മുടെ അക്ടാരയാണ് ട്രേഡ് നെയിം വരുന്നത്. സോ തൈമെത്തക്സം നമ്മൾ സക്കിംഗ് പെസ്റ്റിനൊക്കെ കോമൺലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. സോ കൾട്ടിവേറ്റിംഗ് സൂര്യ, ശ്വേത ആൻഡ് ഹരിത, സോ ഈ 3 വെറൈറ്റീസും ബ്രിഞ്ചോളിൻ്റെതാണ്. ബട്ട് ദേ ആർ റെസിസ്റ്റൻറ്റ് ടു ബാക്ടീരിയൽ വിൽറ്റ്. സോ ദി ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ഓഫ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് എഗ് പാരസിറ്റോയിഡ്സ്? സോ എഗ് പാരസിറ്റോയിഡിൻ്റെ എക്സാമ്പിൾ ഏതെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് ആർ ട്രൈക്കോഗ്രാമ ജപ്പോനിക്കം ആൻഡ് ടെട്രാസ്റ്റേക്കസ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ട്രൈക്കോഗ്രാമ ജപ്പോനിക്കം ആൻഡ് കൊട്ടീഷ്യ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ടെലിനോമസ് കിലോണിസ് ആൻഡ് ടെട്രാസ്റ്റേക്കസ് സ്പീഷീസ്. സോ ഇതിൽ എളുപ്പം ട്രൈക്കോഗ്രാമ എഗ് പാരസിറ്റോയിഡ് ആണ് നമുക്കറിയാം. പിന്നെ ടെലിനോമസും എഗ് പാരസിറ്റോയിഡ് ആണ്. ടെട്രാസ്റ്റേക്കസും എഗ് പാരസിറ്റോയിഡ് ആണ്. സോ ഓപ്ഷൻ 1 and 3 ആർ കറക്റ്റ്. സോ നമ്മളിത് റിജക്റ്റ് ചെയ്യുന്നത് കൊട്ടീഷ്യയാണ്. കൊട്ടീഷ്യ ഈസ് ലാർവൽ പാരസിറ്റോയിഡ്. സോ സെക്കൻഡ് ഓപ്ഷനിലാണ് കൊട്ടീഷ്യ വരുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ നമ്മൾ ട്രൈക്കോഗ്രാമ ഉണ്ട്, അത് എഗ് പാരസിറ്റോയിഡ് ആണ്. ബട്ട് ഇതിൻ്റെ കൊട്ടീഷ്യ ലാർവൽ പാരസിറ്റോയിഡ് ആയത് കാരണം നമുക്ക് ആ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. സോ ദി ഓപ്ഷൻ ഈസ് സി. റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് വണ്ണുമാണ് കറക്റ്റ്. അല്ലേ, സോറി, തേർഡ് വണ്ണുമാണ് കറക്റ്റ്. Okay. Which of the following pesticide is banned for manufacture, import and use in India? സോ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആണ്, പക്ഷേ ഇതിൻ്റെ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. കാരണം ഇതിൻ്റെ ഓപ്ഷൻസ് ഉള്ളതൊക്കെ പഴയ കെമിക്കൽസാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ആൾട്രിൻ ആൻഡ് ക്ലോർഡൈൻ, നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ലാത്ത കെമിക്കൽസാണ്. സെക്കൻഡ് വൺ ഈസ് സൈപ്പർമെത്രിൻ ആൻഡ് കാർട്ടം, നമ്മുടെ മാർക്കറ്റിൽ സജീവമായിട്ടുള്ള ഒരു കെമിക്കൽസാണ് ഇത് രണ്ടും. പിന്നെ തേർഡ് വൺ ഈസ് നൈട്രോഫാൻ ആൻഡ് എൻഡ്രിൻ. സോ ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1 and 3, അതായത് ആൾട്രിൻ, ക്ലോർഡൈൻ, നൈട്രോഫാൻ ആൻഡ് എൻഡ്രിൻ. ഇതൊക്കെ ഭയങ്കര പഴയ ഓസിയിൽ വരുന്ന ഭയങ്കര പഴയ കെമിക്കൽസാണ്. സോ ഈ കെമിക്കൽസ് ഒന്നും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പിന്നെ ദ ഡിവൈസ് യൂസ് ടു പ്രൊട്ടക്ട് ഐസ് ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം ടോക്സിക് ഗ്യാസ് ആൻഡ് എയറോസോൾ. സോ ടോക്സിക് ഗ്യാസിൽ നിന്നും എയറോസോളിൽ നിന്നും നമ്മുടെ ഐസിനെയും റെസ്പിറേറ്ററി ട്രാക്റ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏത് ഡിവൈസാണെന്നാണ്. സോ എയറോസോൾ എന്ന് പറയുന്നതും ഒരു മിസ്റ്റിനെക്കാട്ടിലും ഭയങ്കര ചെറിയ സൈസുള്ള ഒരു പുക പോലത്തെ ഒരു ലിക്വിഡ് എയർ മിക്സ്ചറാണ്. സോ അതും ഗ്യാസ് പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും. സോ നമ്മുടെ ഓപ്ഷൻസ് പറയുന്നത് ഐ ഷീൽഡ്, ഗ്യാസ് മാസ്ക്, ഗ്ലൗസ് ആൻഡ് ഏപ്രൺ. സോ ഐ ഷീൽഡ് എന്ന് പറയുന്നത് ഐസിന് മാത്രമാണ്, ഗ്ലൗസ് എന്ന് പറയുന്നത് ഹാൻഡിനാണ്, ഏപ്രൺ എന്ന് പറയുന്നത് ഒരു ബോഡി കവറേജ് പോലെയാണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി, ഗ്യാസ് മാസ്ക്. സോ ഗ്യാസ് മാസ്ക് എന്ന് പറയുന്നത് ഒരു ഫേസ് കവർ ചെയ്ത് കിട്ടുന്നൊരു മാസ്ക് പോലെയാണ്. സോ ദി ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ഗ്യാസ് മാസ്ക്. സോ വേറൊരു ക്വസ്റ്റ്യൻ, ഡാഷ് ഗ്ലൗസസ് ആർ യൂസ്ഡ് എസ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് വൈൽ ഹാൻഡ്ലിംഗ് കെമിക്കൽസ്. സോ കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൗസസ് ആർ മെയ്ഡ് ഓഫ് റബ്ബർ. സോ നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് സിലിക്ക, കോട്ടൺ, റബ്ബർ ആൻഡ് ലെതർ. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, റബ്ബർ. സോ ഇത്രയാണ് നമ്മുടെ എൻഡമോളജി പോർഷൻസിൽ നിന്ന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. സോ ഭയങ്കര എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവർക്കും ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ അത്രയാണ് നമ്മുടെ ജൂനിയർ ഹോർട്ടിക്കൾച്ചർ ഇൻസ്ട്രക്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ. താങ്ക് യു.